വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ LCD ലാബ് ഓർ ഡിജിറ്റൽ സിസ്റ്റം ലാബിൻ്റെ കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ വൈവ ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി വരുന്ന വീഡിയോസിൽ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഗേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത്. എന്താണ് ലോജിക് ഗേറ്റ്സ് എന്ന് ചോദിക്കുകയാണ്. വാട്ട് ആർ ലോജിക് ഗേറ്റ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് അതിനൊരു ആൻസർ പറയാൻ പറ്റുക? ലോജിക് ഗേറ്റ്സ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എനി ഡിജിറ്റൽ സിസ്റ്റം. അല്ലേ, നമുക്ക് ഏത് ഒരു ഡിജിറ്റൽ സിസ്റ്റം നോക്കുകയാണെങ്കിലും അതിനകത്തുള്ള ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എനി ഡിജിറ്റൽ സിസ്റ്റമാണ് ലോജിക് ഗേറ്റ്സ് എന്നുള്ളതിന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ബേസിക് ഗേറ്റ്സ് എന്ന് ചോദിക്കുകയാണ്. ബേസിക് ഗേറ്റ്സ് എന്താണ്, യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ എന്താണ്? ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് ആൻഡ്, ഓർ, നോട്ട്, എക്സോർ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഗേറ്റ്സുകൾ, അതായത് ഏത് ഒരു സർക്യൂട്ട് ചെയ്യുന്നതിനും അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഗേറ്റ്സുകളാണ് ആരൊക്കെ? ആൻഡും, ഓറും, നോട്ടും, എക്സോറൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്? നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് ആർ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആൻഡ് വൈ ദേ കാൾഡ് സോ എന്ന് ചോദിക്കുകയാണ്. അപ്പം യൂണിവേഴ്സൽ ഗേറ്റ് ആരൊക്കെയാണ്? നാൻഡും നോറുമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാൻഡിനും നോറിനെയും യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മളോടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് വൈ ദേ കാൾഡ് സോ. എന്തുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് നാൻഡിനെയും നോറിനെയും പറയുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് നാൻഡിനെയും നോറിനെയും യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ കയ്യിൽ ഒരു നാൻഡ് ഗേറ്റോ അല്ലെങ്കിൽ ഒരു നോർ ഗേറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ബേസിക് ഗേറ്റ്സിൻ്റെ ഫങ്ഷൻ വേണമെങ്കിലും ഈ ഒരു ഗേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായി പറ്റും. അപ്പം നമ്മൾ അങ്ങനെ ഒരു ആൻസർ പറയുമ്പോൾ നമ്മളോട് അതൊന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു എക്സാമ്പിൾ ജസ്റ്റ് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഫങ്ഷൻ നമുക്ക് ഈ പറഞ്ഞ നാൻഡോ നോറോ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏത് ഗേറ്റിൻ്റെ ഫങ്ഷൻ വേണമെങ്കിലും നമുക്ക് ആരെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും? നാൻഡ് ഗേറ്റോ നോർ ഗേറ്റോ മതിയാകും ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ പ്രൂവ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y = AB ആണെന്നറിയാം. അപ്പോൾ ഈ നാൻഡും നോറും വെച്ചിട്ട് ഈ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആൻഡ് ഗേറ്റിൻ്റെ നമ്മൾ നോർമലി പറയുമ്പോൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷനാണ് ഈ ആൻഡ് ഗേറ്റ് ചെയ്യുന്നത്. y = AB എന്നാണ് ആൻഡ് ഗേറ്റിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഫങ്ഷനെ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യാതെ നാൻഡ് ഗേറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നോർ ഗേറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഉള്ള ആ ഒരു എക്സ്പ്രഷനെ നമുക്ക് ആ നാൻഡോ നോറോ വെച്ച് വരയ്ക്കുന്ന പാകത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം ആദ്യം. സോ y = AB എന്നുള്ള ഫംഗ്ഷനെ ഞാൻ ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഒരു വാല്യൂവിന് ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. സോ y = ഇപ്പോൾ AB ഡബിൾ ബാർ എന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ മതി നമുക്ക് നാൻഡ് ഗേറ്റ് മാത്രം വച്ചിട്ട് ഈ ഒരു എക്സ്പ്രഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. y = AB ഡബിൾ കോംപ്ലിമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് നോർ ഗേറ്റ് വെച്ചിട്ടും ഇതിനെ എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ AB ഡബിൾ കോംപ്ലിമെൻറ്റിനെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? എയും ബിയും എടുത്ത് ഒരു നാൻഡ് ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് AB ബാർ കിട്ടും. ആ ഔട്ട്പുട്ടിനെ എടുത്ത് വേറൊരു നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ AB ഡബിൾ കോംപ്ലിമെൻറ്റ് കിട്ടും. AB ഡബിൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വലൻ്റ് ആണ്? ABക്ക് ഇക്വലൻ്റ് ആണ്. നമ്മൾ ഈ ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യാതെ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആൻഡ് ഗേറ്റ് ഇല്ല, പകരം നാൻഡ് ഗേറ്റ് ആണ് ഉള്ളെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ് ഗേറ്റിൻ്റെ ഫങ്ഷൻ ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളിപ്പോൾ നാൻഡ് ഗേറ്റ് യൂണിവേഴ്സൽ ഗേറ്റ് ആണെന്ന് ഇതുവഴി നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റി.
ഇനി ഇതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് ഒന്നും കൂടി റെഡ്യൂസ് ചെയ്ത് വേറൊരു ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ നോർ ഗേറ്റ് വെച്ച് വരയ്ക്കുന്ന പാകത്തിലോട്ട് ആക്കാൻ പറ്റും. ഇപ്പോൾ ആദ്യം നമ്മൾ എ ബി ഡബിൾ കോംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കറിയാം എ ബി ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ പ്ലസ് ബി ബാർ ആണ്. ഇനി മേളിലുണ്ടായിരുന്ന ആ ഒരു ബാർ നമ്മൾ കൊടുക്കുന്നു. ഇത് നമുക്കിപ്പോൾ നോർ ഗേറ്റ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്ന പാകത്തിലായി. ഇപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഫംഗ്ഷനെയാണ് നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്തെടുത്തത്. ഇനി എയെ ഒരു നോർ ഗേറ്റ് കൊടുത്താൽ എ ബാർ കിട്ടും, ബിയെ കൊടുത്താൽ ബി ബാർ കിട്ടും. എ ബാറും ബി ബാറും കൂടി ഒരു നോർ ഗേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ എന്ന് പറഞ്ഞ് വരും. അപ്പം അത് ആർക്ക് ഈക്വലാണ്? എ ബിക്ക് ഈക്വലാണ് ഈ പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നോർ ഗേറ്റ് വെച്ചിട്ട് ആൻഡ് ഗേറ്റിനെ ട്രൂത്ത് ടേബിൾ നമുക്ക് പ്രൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അത്യാവശ്യം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ IC നമ്പേഴ്സ് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫെമിലറൈസ്ഡ് ആണ് ഈ ഗേറ്റ്സുമായിട്ട്. അപ്പം നമുക്കത് അറിയാവോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളോട് ഗേറ്റ്സിൻ്റെ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. നാൻഡ്, നോർ, ആൻഡ്, ഓർ, നോട്ട്, എക്സോർ. ഈ ICയുടെയൊക്കെ നമ്പർ എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇൻ കേസ് ഇതിൻ്റെ സിമ്പൽ വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം ഓരോ ഗേറ്റിൻ്റെ സിമ്പലും, അതുപോലെ തന്നെ ഗേറ്റിൻ്റെ IC നെയിമും നമ്പറും നമുക്ക് അറിഞ്ഞിരിക്കണം. അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിത് യൂഷ്വലി യൂസ് ചെയ്തിട്ടായിരിക്കും എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന നമുക്ക് ഈ ഒരു IC നമ്പറിനെ കുറിച്ച് അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ IC നമ്പേഴ്സ് ആൻഡ് ICയുടെ സിമ്പിൾസ് അത്യാവശ്യം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇനി ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പിനേഷണൽ സർക്യൂട്ട് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട് ആൻഡ് ഗീവ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ എന്താണ് ഇതിപ്പം നമ്മളോട് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പിനേഷണൽ സർക്യൂട്ട് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്. ഇനി എന്താണ് കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞത്? അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ദ ഇൻപുട്ട് ഈസ് ഓൺലി ഔട്ട്പുട്ട് ഈസ് ഓൺലി ഡിപ്പെൻഡ് ഇൻ ദ കറണ്ട് സ്റ്റേറ്റ്സ് ഓഫ് ഇൻപുട്ട് ആണെങ്കിലാണ് നമുക്കതിനെ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയാൻ പറ്റുന്നത്. അതായത് കോമ്പിനേഷൻ സർക്യൂട്ട് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മെമ്മറിയുടെ ആവശ്യമില്ല, അതുപോലെ ഫീഡ്ബാക്കിൻ്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര പറയുമ്പോൾ എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് ആ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. വേറെ യാതൊരു പ്രീവിയസ് കണ്ടീഷനെയും ആ ഒരു കേസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനൊരു ഹാഫ് ആർഡർ വരയ്ക്കുകയാണെന്ന് വയ്ക്കാം. ഒരു ഹാഫ് ആർഡറിൻ്റെ സർക്യൂട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹാഫ് ആർഡറിന് 2 ഇൻപുട്ടും സമ്മും ക്യാരി എന്ന് പറഞ്ഞിട്ട് 2 ഔട്ട്പുട്ട് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഇതിന് നമുക്കൊരു കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് നോക്കും. നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് ആ പ്രസൻറ്റ് കൊടുക്കുന്ന ഇൻപുട്ടിനെ അനുസരിച്ചല്ലേ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഞാനിപ്പോൾ 0 0 ആണ് ഇൻപുട്ട് കൊടുത്താൽ എനിക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? സമ്മ് 0 ക്യാരി 0 കിട്ടും. ഇനി ഞാൻ 0 1 എന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സമ്മും ക്യാരിയും ചേഞ്ച് ചെയ്യും. അതായത് ഞാൻ എന്ത് ഇൻപുട്ടാണോ അവിടെ കൊടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ആ ടൈമിൽ കിട്ടുന്നത്. അപ്പോൾ പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്ന സർക്യൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് മെമ്മറിയുടെയോ ഫീഡ്ബാക്കിൻ്റെയോ ഒന്നും ആവശ്യം ഇത്തരത്തിലുള്ള സർക്യൂട്ട്സിന് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പം നമുക്ക് കോമ്പിനേഷൻ സർക്യൂട്ട്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ മക്സ്, ഡിമക്സ്, ആഡർ, അതുപോലെ സബ്ട്രാക്ടർ അങ്ങനെയുള്ള സർക്യൂട്ട്സ് എല്ലാം എന്താണ്? കോമ്പിനേഷൻ സർക്യൂട്ട്സിൻ്റെ എക്സാമ്പിളാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് പ്രസൻ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. അല്ലാതെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഔട്ട്പുട്ട് തരുന്നത്. ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയി ഔട്ട്പുട്ട് തരുന്നു. ഇൻപുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടുമില്ല. അതാണ് ഈ കോമ്പിനേഷൻ സർക്യൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ട്സിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്? സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കോമ്പിനേഷൻ സർക്യൂട്ടിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ
ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇൻപുട്ടിനെ മാത്രമല്ല പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കണ്ടീഷനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് പ്രസൻറ്റ് ഇൻപുട്ടും പ്രീവിയസ് ഔട്ട്പുട്ടും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാകും നമുക്ക് ഈ സീക്വൻഷ്യൽ സർക്യൂട്ട് ഔട്ട്പുട്ട് തരുന്നത്. അതിന് ഒരു മെമ്മറിയുടെ ആവശ്യമുണ്ട്, ക്ലോക്ക് സിഗ്നലിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര മാത്രം ആലോചിക്കുക. സീക്വൻഷ്യൽ സർക്യൂട്ടിന് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്സും കൗണ്ടേഴ്സും ഷിഫ്റ്റ് രജിസ്റ്റേഴ്സൊക്കെ ഈ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര ആലോചിക്കുക, ക്ലോക്ക് പൾസ് നമ്മൾ എവിടെ ഏത് സർക്യൂട്ട്സിലൊക്കെ കൊടുക്കുന്നുണ്ടോ അതെല്ലാം സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് ഓർക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതുക എന്ന് വിചാരിക്കുക. ഞാൻ 0 കൊടുക്കുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ്, പ്രീവിയസ് കണ്ടീഷനാണ് കിട്ടുന്നത്. അതായത് QN എന്ന് ഞാൻ മാർക്ക് ചെയ്തു. 0 എനിക്ക് 0 ഔട്ട്പുട്ട് കിട്ടും, 1 1 കിട്ടും, 1 ഫോർബിഡൻ സ്റ്റേറ്റ് ആയിരിക്കും SR ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഉണ്ടാവുക. സോ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസ് എടുത്താൽ തന്നെ നമുക്ക് ഈ 0 കണ്ടീഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം 0 പ്രീവിയസ് ഔട്ട്പുട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അതായത് ഞാൻ 0 എന്നൊരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് എനിക്ക് 0 ആണ് ഔട്ട് കിട്ടിയെങ്കിൽ 0 ഞാൻ കൊടുക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഔട്ട്പുട്ട് ഞാൻ പ്രീവിയസ് ആയിട്ട് ചെയ്തു വെച്ചിരുന്ന ഈ കണ്ടീഷനായിരിക്കും ഡിസ്പ്ലേയിൽ ഉണ്ടാവുക. സോ 0 കൊടുക്കുമ്പോൾ എനിക്ക് 0 എന്നായിരിക്കും ഡിസ്പ്ലേ ഉണ്ടാവുന്നത്. അതായത് എന്താണോ നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് പ്രീവിയസ് ഔട്ട്പുട്ടിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഇപ്പോഴുള്ള ഔട്ട്പുട്ട് തരുന്ന സർക്യൂട്ട്സിനെയാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഓർക്കാൻ എളുപ്പം നമ്മൾ ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള ഏതൊക്കെ സർക്യൂട്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണെന്ന് ഓർക്കുക. ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സോ അല്ലെങ്കിൽ കൗണ്ടേഴ്സോ ഒക്കെ ചെയ്യുമ്പോൾ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ നെക്സ്റ്റ് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത്. സോ അതും പ്രീവിയസ് ഒരു ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാരണം ഈ കൗണ്ടേഴ്സിനെയും വേണമെങ്കിൽ കൗണ്ടേഴ്സിനെയും നമുക്ക് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ന് പറയാം. അതുപോലെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെയും ഒക്കെ തന്നെ നമുക്ക് എന്താണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സിൻ്റെ ഒരു കൂട്ടത്തിൽ പെടുത്താം. അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സിന് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി, കോമ്പിനേഷൻ സർക്യൂട്ട്സിൻ്റെ എക്സാമ്പിൾ മനസ്സിലായി. ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി ഇത് കഴിഞ്ഞാൽ സാധാരണയായി നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് കുറേ അധികം പറഞ്ഞിരിക്കുന്നത്. ഡി മോർഗൻസ് ലോ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളോട് ഡി മോർഗൻസ് ലോ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഓർമ്മ വേണം. എന്താണ് ഡി മോർഗൻസ് ലോ? ഡി മോർഗൻസ് ലോ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ F= ഒരു ഫംഗ്ഷൻ തന്നിട്ട് സിഗ്മ 0 to 4 6 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു SOP എക്സ്പ്രഷൻ എഴുതാനാണ് നമ്മളോട് പറയുന്നതെന്ന് കരുതുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ മെയിൻ ടേംസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, SOP എക്സ്പ്രഷൻ എഴുതുന്നു. SOP നമുക്കറിയാം സം ഓഫ് പ്രോഡക്ട്സ് ആണ് എഴുതേണ്ടത്. സോ ഓരോ മിൻ ടേമിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ആ വേരിയബിൾസിനെ എഴുതാം. ഇപ്പം 0നെ റെപ്രസെൻ്റ് ചെയ്ത് നമുക്ക് A ബാർ B ബാർ C ബാർ എന്ന് എഴുതാം അല്ലേ. നമുക്ക് ബാർ വരുന്ന കണ്ടീഷനിലെല്ലാം നമ്മൾ 0 ആണ് എടുത്തേക്കുന്നത്. സോ 0 നമുക്ക് A ബാർ B ബാർ C എന്ന് എഴുതാം. അതുപോലെ അടുത്ത കണ്ടീഷൻ ഏതാണ്, 2 ആണ് കിട്ടേണ്ടത്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 1 0 ആണ്. 1 വരുന്ന കണ്ടീഷനിലെ വേരിയബിൾ മാത്രം അതുപോലെ എഴുതുക, ബാക്കി കോംപ്ലിമെൻറ്റ് ചെയ്ത് എഴുതുക. സോ A ബാർ B ബാർ C ബാർ എന്ന് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത കണ്ടീഷൻ 1 0 0 ആണ്. അപ്പോൾ എന്താണ്, എയ്ക്ക് മാത്രം നമ്മൾ കോംപ്ലിമെൻ്റ് ഇല്ലാതെ ചെയ്യുന്നു, ബാക്കി ബിയും സിയെയും കോംപ്ലിമെൻറ്റ് ചെയ്ത് എഴുതി കൊടുക്കുന്നു. അതുപോലെ ലാസ്റ്റ് കണ്ടീഷൻ 6 ആണ്. 1 0 ആണ് 6 എന്ന് പറഞ്ഞാൽ അപ്പോൾ 0 വരുന്ന പോർഷനിലെ വേരിയബിളിന് മാത്രം നമുക്ക് ആ കോംപ്ലിമെൻറ്റ് കൊടുക്കുക. സോ A B C ബാർ എന്ന് കിട്ടുക. അപ്പോൾ ഇത് ഒരു സം ഓഫ് പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓരോ പ്രോഡക്റ്റ് ടേമിനെയും സം ചെയ്തേക്കുന്നതാണെന്ന് മനസ്സിലായി. അപ്പം SOP എക്സ്പ്രഷൻ അങ്ങനെ നമുക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാറിഞ്ഞിരിക്കണം. ഇനി F of ഫംഗ്ഷൻ ABC 5
1357 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 5യുടെ സിമ്പിൾ കാണുമ്പോൾ അത് പോസ്റ്റ് ഫോമും സിഗ്മയുടെ കാണുമ്പോഴത്തേക്ക് അത് SOP ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സ് ടേം നമ്മൾ എഴുതണം. പോസ്റ്റിൽ വരുന്നതാണ് മാക്സ് ടേം, SOPയിൽ വരുന്നതാണ് മിൻ ടേം. SOP എഴുതുന്നതും POS എഴുതുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മളിവിടെ സം എടുത്തിട്ട് അതിനെ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ടേമിനെയും POSയിലുള്ള ഓരോ ടേമിനെയും നമുക്ക് എന്തെന്ന് പറയാം, മാക്സ് ടേം എന്ന് പറയാം. ഓക്കെ, ആ മാക്സ് ടേമിനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 1, 3, 5, 7 ആണ് നമുക്ക് ഔട്ട്പുട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ കണ്ടീഷൻസിലെല്ലാം ഔട്ട്പുട്ട് നമുക്ക് സീറോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് 0, 0, 1 ആണ് 1 എന്നറിയാം. അപ്പോൾ അതിനെ A+B+C എന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് 0 വരുന്ന പൊസിഷനിൽ വേരിയബിൾ അതുപോലെ എഴുതുക, 1 വരുന്ന പൊസിഷനിൽ മാത്രം കോംപ്ലിമെൻറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ 0, 0, 1നെ A+B+C കോംപ്ലിമെൻ്റ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ ഓരോ ടേമിനെയും നമ്മൾ എഴുതുക. എവിടെയാണോ 0 വരുന്നത്, 0 വരുന്ന ഭാഗത്ത് വേരിയബിൾ അതുപോലെ എഴുതുന്നു, 1 വരുന്ന ഭാഗത്തുള്ള വേരിയബിളിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് ആഡ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അത് SOP ആണോ POS ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ടേം എഴുതി കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് SOP POSനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ചിലപ്പോൾ അത് യൂണിവേഴ്സൽ ഗേറ്റ് മാത്രം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വരയ്ക്കാനായി ചോദിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, മിൻ ടേമും മാക്സ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് മൾട്ടിപ്ലെക്സർ ഓർ മക്സ് എന്ന് ചോദിക്കും. അപ്പോൾ മൾട്ടിപ്ലെക്സർ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലെക്സർ ഉണ്ടെന്നറിയാം. 4x1 ഉണ്ട്, 8x1 ഉണ്ട്, 16x1 ഉണ്ട്, 32x1, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലെക്സർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഈ മൾട്ടിപ്ലെക്സർ എന്നുള്ളത് നമ്മൾ ആദ്യം വാട്ട് ഈസ് മൾട്ടിപ്ലെക്സർ എന്ന് ചോദിച്ചാൽ നമുക്കത് അറിയണം. എ ഡിവൈസ്, എന്താണ് ഡിവൈസ് ചെയ്യുന്നത്, അതിന് നമുക്ക് മൾട്ടിപ്പിൾ ഇൻപുട്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് മൾട്ടിപ്പിൾ ഇൻപുട്സ് ചേർന്നിട്ട് നമുക്ക് തരുന്നത് സിംഗിളായിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും തരുന്നത്. ഈ മൾട്ടിപ്ലെക്സറിനെ പറയുന്ന വേറൊരു പേരാണ് ഡേറ്റ സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ സെലക്ടർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരെന്ന് ഇത് മനസ്സിലാക്കണം, മൾട്ടിപ്ലെക്സർ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ മെനി ഇൻപുട്ട് ലൈൻസിൽ നിന്ന് നമുക്ക് സിംഗിളായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന ഒരു സർക്യൂട്ടാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. മൾട്ടിപ്ലെക്സറിന് 2n ഇൻപുട്ട് ലൈൻസ് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള n ആണ് സെലക്ഷൻ ലൈൻസിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. അതായത് 2n ഇൻപുട്ട് ലൈൻസ് ഉണ്ടെങ്കിൽ അവിടെ n സെലക്ഷൻ ലൈൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മളോട് എക്സാമിന് വാട്ട് ഈസ് മൾട്ടിപ്ലെക്സർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ അറിയണം, എ ഡിവൈസ് ദാറ്റ് കമ്പൈൻസ് മൾട്ടിപ്പിൾ ഇൻപുട്സ് ഇൻറ്റു വൺ ഔട്ട്പുട്ട് എന്നാണ് അതിന് നമുക്ക് പറയാൻ പറ്റുന്നത്. വൺ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയാം. മെനി ഇൻപുട്ട് സിഗ്നലിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് സിംഗിളായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന സർക്യൂട്ടാണ് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. മെനി ടു വൺ എന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ ലൈൻസ് ഇൻപുട്ട് ലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ സെലക്ഷൻ ലൈൻസിൻ്റെ കൗണ്ട് കൊടുക്കാൻ പറ്റും. 2n ആണ് ഇൻപുട്ട് ലൈൻസ് എങ്കിൽ n ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ട സെലക്ഷൻ ലൈൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒറ്റ ഔട്ട്പുട്ടായിരിക്കും ഈ മൾട്ടിപ്ലെക്സർ തരുന്നത്. ഇനി നമുക്ക് എന്താണ് സെലക്ഷൻ ലൈൻസിൻ്റെ കാര്യം നമുക്ക് വൈവ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 അല്ലെങ്കിൽ 2 ആണ് ഒരു ഇൻപുട്ട് ലൈൻസ് ഒരു മൾട്ടിപ്ലെക്സറിൻ്റെ എങ്കിൽ അവിടെ എത്ര സെലക്ഷൻ ലൈൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്? 2 സെലക്ഷൻ ലൈൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം ആ എന്നിൻ്റെ പ്ലേസിൽ ഇപ്പോൾ 2 ആണ് കൊടുത്തിരിക്കുന്നത്. സോ 2 എന്ന് പറഞ്ഞാൽ 2 സെലക്ഷൻ ലൈൻസ് ഉണ്ടാവും. 2 നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 4 ഇൻപുട്ടാണ്. 4 ഇൻപുട്ടുള്ള ഒരു മക്സിന് എത്രയായിരിക്കും സെലക്ഷൻ ലൈൻസ് ഉണ്ടാവുക?
2 ആയിരിക്കും സെലക്ഷൻ ലൈൻസ് ഉണ്ടാവുക. അപ്പോൾ 4 ഇൻപുട്ട് എന്ന് പറയുമ്പം 4നെ നമുക്ക് 2വിൻ്റെ പവർ ആക്കി എഴുതുമ്പോൾ ആണ് 4 കിട്ടുന്നത്. അപ്പം 2വിൻ്റെ പവറായിട്ട് എന്ത് എഴുതിയാലാണ് 4 കിട്ടുന്നതെന്ന് നോക്കുക. ആ പവറിൽ വരുന്ന നമ്പർ എന്താണോ അതാണ് എന്തെന്ന് പറയുന്നത്, സെലക്ഷൻ ലൈൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ കൺട്രോൾ ലൈൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2⁻3 ഇൻപുട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്രയാണ്, 8 ഇൻപുട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സെലക്ഷൻ ലൈൻസ് എത്രയാണ്, 3 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മെനി ഇൻപുട്ട്സ് ഉണ്ട്. മെനി ഇൻപുട്ടിൽ നിന്ന് ഇതിപ്പോൾ 4x1 മക്സ് ആണ് ഞാൻ ചെയ്തത്. 4 ഇൻപുട്ടിൽ നിന്ന് ഒറ്റ ഔട്ടായിരിക്കും വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ 2 സെലക്ഷൻ ലൈൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. സെലക്ഷൻ ലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ ഔട്ട്പുട്ടും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. 2⁻n ഇൻപുട്ട് ലൈൻസ് ആണെങ്കിൽ n ആയിരിക്കും എന്തെന്ന് പറയുന്നത്, സെലക്ഷൻ ലൈൻസിൻ്റെ എണ്ണം. സിംഗിളായിട്ട് ഒരു ഔട്ട്പുട്ടുമായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മളോട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സെലക്ഷൻ ലൈൻസിൻ്റെയും ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും മക്സിൻ്റെ ഒരു കാര്യം 2⁻n ഇൻപുട്ടും 1 ഔട്ട്പുട്ടും ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സെലക്ഷൻ ലൈൻസിൻ്റെ എണ്ണം n ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മളോട് ചോദിക്കാം ആപ്ലിക്കേഷൻസ് ഓഫ് മൾട്ടിപ്ലെക്സർ ചോദിക്കാം. അപ്പം നമുക്ക് എന്താണ്, ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഡിഫറെൻറ്റ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഡിഫറെൻറ്റ് വോയിസ് സിഗ്നൽ അല്ലെങ്കിൽ വോയിസ് മെസ്സേജുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യം വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും നമുക്ക് ഓരോ ചാനലിൽ കൂടി എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മൾട്ടിപ്ലെക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റിസീവിങ് സെക്ഷനിൽ നമ്മൾ ഇതിനെ എന്താണ് ഡിമെക്സ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ റിസീവ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് എന്താണ് മൾട്ടിപ്ലെക്സ് ചെയ്തായിരിക്കും നമ്മൾ സിഗ്നലിനെ വിടുന്നത്. അതുപോലെ കമ്പ്യൂട്ടിംഗ് മെമ്മറിയിലും ഓരോ ഡേറ്റ ബസ്സും അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും ഒക്കെ ഈ മൾട്ടിപ്ലെക്സിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് TV ചാനലിൽ തന്നെ നമുക്ക് ഒരുപാട് സിഗ്നൽസ് വരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഓരോ ചാനൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നില്ലേ, അതും ഒരു മൾട്ടിപ്ലെക്സിങ് ആണെന്ന് പറയാം. ഇനി എന്താണ് വാട്ട് ഈസ് ഡീമൾട്ടിപ്ലെക്സർ ഓർ ഡിമെക്സ് എന്ന് പറയുന്നത്? ഡിമെക്സിന് പറയുന്ന വേറൊരു പേരാണ് ഡേറ്റ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം അതും നമ്മൾ ഓർത്ത് വയ്ക്കുക. മൾട്ടിപ്ലെക്സറിനെ പറയുന്നത് എന്തായിരുന്നു, ഡേറ്റ സെലക്ടർ. ഡീമൾട്ടിപ്ലെക്സറിനെ പറയുന്നത് ഡേറ്റ ഡിസ്ട്രിബ്യൂട്ടർ എന്നും പറയാം. ഓക്കെ, ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിളായിട്ടൊരു ഇൻപുട്ടായിരിക്കും ഉണ്ടാവുക. ആ സിംഗിൾ ഇൻപുട്ടിൽ നിന്ന് മെനി ഔട്ട്പുട്ട് ലൈൻസിനെ എടുക്കാൻ പറ്റുന്ന ഡിവൈസാണ് ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. മക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിമെക്സ് എന്ന് പറയുന്നത്. സിംഗിൾ ഇൻപുട്ടും മെനി ഔട്ട്പുട്ട് ലൈൻസും വരുന്ന ഒരു ഡിവൈസാണ് ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. അപ്പോൾ ഡീമൾട്ടിപ്ലെക്സറിന് നമുക്ക് എപ്പോഴും ഒറ്റ ഇൻപുട്ടായിരിക്കും നമുക്ക് കാണിക്കുന്നത്. 1 ആയിരിക്കും അതിൻ്റെ ഇൻപുട്ട് കണ്ടീഷൻ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2⁻n ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഇനി അതിലെ സെലക്ഷൻ ലൈൻസ് എന്തായിരിക്കും, n-ൻ്റെ എണ്ണമാണ് സെലക്ഷൻ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു മൾട്ടിപ്ലെക്സർ വരയ്ക്കുന്ന സമയത്ത് സിംഗിളായിട്ടുള്ളൊരു ഇൻപുട്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ 1x4 ഡിമെക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇൻപുട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 4 ഔട്ട്പുട്ട് കണ്ടീഷനായിട്ട് ഇതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു കൺട്രോൾ ലൈൻസും അല്ലെങ്കിൽ സെലക്ഷൻ ലൈൻസും കൂടെ എഴുതണം. നമുക്ക് 2⁻n ഔട്ട്പുട്ടാണ് കിട്ടുന്നതെങ്കിൽ n ആയിരിക്കും സെലക്ഷൻ ലൈൻ. ഇപ്പോൾ നമുക്ക് 8 ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ 3 സെലക്ഷൻ ലൈൻസ് കാണും. 4 ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ 2 സെലക്ഷൻ ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ആ ഒരു വാല്യൂവിൽ ആ പവറിലിട്ട് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇൻപുട്ട് എപ്പോഴും ഒരെണ്ണം ആയിരിക്കും ഉണ്ടാവുക, ഔട്ട്പുട്ട് 2⁻n ഉണ്ടാവും, സെലക്ഷൻ ലൈൻസ് n ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഡീമൾട്ടിപ്ലെക്സറിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി അതുപോലെ ഡീമൾട്ടിപ്ലെക്സറിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കും. ഡീമൾട്ടിപ്ലെക്സർ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ മൾട്ടിപ്ലെക്സ് ചെയ്ത ഡേറ്റയൊക്കെ നമുക്ക് ഡീമൾട്ടിപ്ലെക്സ് ചെയ്ത് ഡീകോഡ് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീമൾട്ടിപ്ലെക്സർ യൂസ് ചെയ്യാം.
അതുപോലെ സീരിയൽ ടു പാരലൽ കൺവെർട്ടറിൽ യൂസ് ചെയ്യുന്നു. സീരിയൽ ഡേറ്റയെ കൺവേർട്ട് ചെയ്ത് നമുക്ക് പാരലൽ ഡേറ്റയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് മൾട്ടിപ്പിൾ ഡിവൈസിലോട്ട് കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡീമൾട്ടിപ്ലക്സർ ഉപയോഗിക്കാം. അതുപോലെ ടെലികമ്മ്യൂണിക്കേഷനിലാണെങ്കിലും നമുക്ക് റിസീവിങ് സെക്ഷനിൽ ഡീമക്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ അതാണ് ഡീമൾട്ടിപ്ലക്സറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത കുറച്ച് വൈവ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും മനസ്സിലാക്കി വയ്ക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പകുതി മാർക്കെങ്കിലും എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.